ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു പ്രഷ്യസ് മൊമെൻ്റ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഫാഷൻ വേൾഡിൽ, ഫാഷൻ ലോകത്ത് തന്നെ തരംഗം സൃഷ്ടിച്ച് ജൂഡിൻ്റെ അണ്ടറിൽ എനിക്ക് ഇന്നൊരു റാം വാക്കിന് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് പേര് ക്യൂ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് അങ്ങോട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസരമാണ് ജൂഡിൻ്റെ കൂടെയുള്ളൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എനിക്കിന്ന് അതിന് ഒരു ഭാഗ്യം കിട്ടി ഗൈസ്. ഞാനതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ എന്താ പറയുക, ഇന്നലെ ഒന്നും രാത്രി എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം കിട്ടിയില്ല. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ച് അപ്പം ഇന്ന് നമുക്ക് ആ ഒരു ചാൻസ് കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അൽ അമീൻ ഫാഷൻ ജ്വല്ലേഴ്സിൻ്റെ 4ാമത്തെ ഔട്ട്ലെറ്റ് നമ്മൾ സെപ്റ്റംബർ 8 ഓപ്പൺ ആവുകയാണ്. ടുഡേ ഇന്ന് മോർണിംഗ് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് 4 മണിക്കാണ് പ്രോഗ്രാം. പക്ഷെ നമുക്ക് ഒരു 11 മണിയാകുമ്പോൾ ഹൈലൈറ്റിലെത്തണം. ഹൈലൈറ്റിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. നമ്മുടെ ബിഗ് ബോസ് താരം അർജുൻ്റെ കൂടി റാംവാക്കിയാളൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജേണീൻ്റെ വലിയ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗം തന്നെ ഞാൻ പറയും. ഞാൻ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പം എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഞാൻ കഴിയുന്നതും ഞാൻ ഷൂട്ട് ചെയ്യും. കാരണം അച്ഛനും അമ്മയും നാട്ടിലില്ല. അപ്പോൾ അവർ ഇന്ന് എത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അച്ഛനെ കൊണ്ട് മാക്സിമം വീഡിയോസൊക്കെ എടുപ്പിക്കും. ഇനി അച്ഛനില്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസ് ഞാൻ എടുക്കാൻ ശ്രമിക്കും ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് പോവാണ്. അപ്പോൾ ഇപ്പം സമയം ഏകദേശം 7:30 എനിക്ക് 11 മണിയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് റെഡി ആവണം. എന്നിട്ട് നമുക്ക് നേരെ പോകണം ഗൈസ്. പിന്നെ ഞാൻ പൊതുവെ ഹീൽസ് യൂസ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് മോഡലിങ്ങിന് എന്തായാലും ഹീൽസ് മസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇന്നൊരു ഹീൽസ് വാങ്ങുകയും വേണം. കാരണം ഓൾറെഡി അത്യാവശ്യം ഞാൻ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഹീൽസ് വേണം. പക്ഷേ മോഡലിങ്ങിന് എന്തായാലും ഹീൽസ് മസ്റ്റാണ്. കാരണം നല്ല അത്യാവശ്യം ഹൈറ്റും കോൺഫിഡൻസും ആണല്ലോ മെയിൻ. അപ്പം നമുക്കിന്ന് ഹീൽസൊക്കെ വാങ്ങിയിട്ട് നമുക്ക് 11 മണിയാകുമ്പോഴത്തേക്ക് പോകണം. എന്താ പറയുക, എന്തായാലും ഞാൻ എക്സൈറ്റ്മെൻ്റ് ആണ്. ഭയങ്കര കോൺഫിഡൻസ് ലെവൽ എല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അത്രയും നല്ലോണം പ്രാർത്ഥിച്ചൊക്കെയാണ് പോകുന്നത്. സോ എന്തായാലും നമുക്ക് കാണാം. കാരണം എനിക്ക് ആ എക്സൈറ്റ്മെൻ്റ് അവർ ജൂഡിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടേ ഉള്ളൂ. ഒരുപാട് പേര് അങ്ങോട്ട് ചെന്ന് ഒരു ചാൻസൊക്കെ ചോദിക്കുന്ന ഒരു ഇതാണ്. അപ്പം ആ ഒരു ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒട്ടും ചെറിയ കാര്യം. ഞാൻ അങ്ങനെ വളർന്ന ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നൊരു കുട്ടിയല്ല. നമുക്കൊരു മോഡലിംഗ് അല്ലെങ്കിൽ വലിയൊരു കൊറിയോഗ്രാഫർ അണ്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരൊറ്റ വർക്ക് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഓൾമോസ്റ്റ് അത് എല്ലാവർക്കും അറിയാം. ജൂഡ് എന്താണെന്നുള്ളത് അറിയുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പോയി വർക്ക് ചെയ്ത് അടിപൊളിയാക്കി വരാം ഗൈസ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. സമയം ഏകദേശം 9 o'clock കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി ആദ്യം ചെരുപ്പ് മേടിക്കണം. ഹീൽസ് മേടിച്ചിട്ട് നമുക്ക് ഇനി എന്ത് പരിപാടിയുള്ളൂ. അപ്പം നമുക്ക് നേരെ പോവാം. അപ്പം എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആളെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആളെത്തിയിട്ട് കാണിച്ചു തരാം ആരാണെന്നുള്ളത്. സോ നമുക്ക് പോവാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്കൊരു വണ്ടിയും കിട്ടൂല, നടക്കണം ഗൈസ്. അച്ഛനും ഇല്ല, അവിടെ അമ്മയില്ല. അവർ എന്തോ ഡോക്ടറെ കാണിക്കാണ്ടായിട്ട് പോയതാണ്. അപ്പം നമുക്ക് പോവാം. പുതിയ ചെരുപ്പിൻ്റെ പട്ടിഷമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇങ്ങനത്തെ ഒരു ന്യൂഡ് കളർ ഷെയ്ഡ് ഞാൻ കുറേ കാലമായി തപ്പി നടക്കുന്നു. ഫൈനലി നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഈ പുതിയ ചപ്പൽ. എന്നാൽ ഇന്ന് ഞാൻ പച്ചാണ് ഒരു എക്സ്ട്രാ 2 ചപ്പലും കൂടെ മേടിക്കും. കാരണം നമുക്ക് കുറച്ച് വർക്കും കൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഇതിനൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കണം. പെട്ടെന്ന് ഇതേമാതിരി ഇന്നിപ്പോൾ പ്രോഗ്രാമിൻ്റെ അന്ന് തന്നെ ഞാൻ പായേണ്ട ഒരു അവസ്ഥ വരൂലായിരുന്നു വാങ്ങി വെച്ചിരുന്നെങ്കിൽ. നമ്മൾ ഹോട്ടലിലെത്തിയിരിക്കുന്നത് നമുക്ക് ആദ്യം ചായ കുടിച്ചുള്ള ദൗത്യം അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതിന് കയറിയത്. നമുക്ക് ചായ കുടിച്ചിട്ട് നേരെ ചെരുപ്പെടുക്കാൻ പോലെ സർക്കിളിൻ്റെ ഒന്നും പുറത്തോട്ട് മാറുന്നില്ല. ഗൈസ് കഴിച്ചിട്ട് വരാം. കാല് ഗൈസ് വെക്കുന്ന സമയത്തും ചെറുതൊന്നും സ്ഥലം നമുക്കില്ലാത്തതുകൊണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് ഗൈസ് നല്ല മഴ.
ഗൈസ് എപ്പോൾ ഹൈലൈറ്റിൽ വന്നാലും നട്ടംതിരി കളിയാണ്. എപ്പോൾ ഹൈലൈറ്റിൽ വന്നാലും ഞങ്ങൾ നട്ടം തിരിഞ്ഞു കണ്ടാണ്. കാരണം ഇത് എവിടെയാ വെച്ചത്, വണ്ടി വെച്ചതെന്ന് ഓർമ്മ ഉണ്ടാവില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതിൽ കയറാം. എക്സ്ക്യൂസ് മീ, ഇത് കയറേണ്ട എങ്ങോട്ടാ? എൻട്രി എവിടെയാ? അപ്പൊ ഇതെന്താ? സോറി വീണ്ടും എൻട്രി മാറിയിരിക്കുന്നു. എന്നെ അങ്ങോട്ട് കൊല്ല്. ഇതിൻ്റെ അകത്ത് എത്തട്ടെ ആദ്യോ. അപ്പൊ നമ്മളിപ്പോ അമ്മീന്റെ ഓപ്പണിങ്ങിന് തൊട്ടടുത്തെത്തി. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരാൾ വരുന്നത്. പേര് പറയാം സെലിൻ. ആൾക്ക് സ്വന്തമായിട്ടൊരു പാർലർ വരെ ഉണ്ട് നമ്മുടെ ഫ്രാൻസിസ് റോഡിലെ കാലിക്കറ്റ്. ബ്യൂട്ടി പാർലർ പേര് സെലീസ് ബ്യൂട്ടി ലോഞ്ച് ആണ്. സോ നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഗൈസ്. അടിപൊളി സർവീസും കാര്യങ്ങളും. ആൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അതിൻ്റെതായ അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വന്നിട്ടൊരു 10-20 മിനിറ്റായി സംസാരിക്കുന്നത്, ഇതുവരെ ആരും എത്തിയിട്ടില്ല. നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. ഭയങ്കര പഞ്ച്വൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഷാർപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരില്ല. ഒരു ബ്രൈഡൊക്കെ വിളിച്ചാൽ നിങ്ങൾ ടെൻഷൻ ആവേ വേണ്ട തെളിയിച്ചുകൊണ്ടിരുന്നതാണ് ആള്. അപ്പൊ നമ്മൾ അവര് വന്നിട്ട് കാണാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. സംസാരിക്കണ്ടോ? ഞാൻ ചേച്ചി നീ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് റാമ്പില്. പക്ഷെ അടിപൊളിയായിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ്. ഗ്രൂമിലേക്ക് നന്നായിട്ട് ഗ്രൂം ചെയ്യുമ്പോൾ അതെ അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിനി പോയി നേരെ മേക്കപ്പ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഗൈസ് നമ്മൾ റൂമിലെത്തി. സോ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം അവർ വരുമ്പോഴത്തേക്ക്. അപ്പം ഓൾറെഡി 2-3 മോഡൽസ് ഉണ്ട് നമ്മുടെ കൂടെ. സോ ഇവിടെ നിന്നാണ് നമുക്ക് മേക്കപ്പ്. ഹൈലൈറ്റിന് തൊട്ടടുത്ത് തന്നെയാണ്. സോ നമുക്ക് വേഗം മേക്കപ്പ് ചെയ്യാം. ഗൈസ് കണ്ണിൽ ലെൻസ് വെച്ചിരിക്കുന്നത് ഗൈസ്. സത്യം കണ്ണ് കാണുകയില്ല. എന്നിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഗൈസ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിനിഷ് ലുക്ക് കാണാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കാമെന്നാണ് നടക്കുന്നത്. ഫിനിഷ് അയച്ച് കാണാം. ഗൈസ് നമ്മുടെ ജൂഡ് സാർ ഗൈസ് ഏകദേശം മേക്കപ്പ് കൊണ്ട് ഡണ്ണാവാനായി ഗൈസ്. അപ്പം നമ്മൾ ഏകദേശം ഫിനിഷ് ആയിരിക്കും നമ്മുടെ മേക്കപ്പ്. സോ ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് ഇടണം, ഡ്രസ്സ് ഇടണം. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ശീലിച്ചില്ലേ. നല്ല മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. സെറ്റ് മേക്കപ്പ്. ഞാൻ ചേച്ചിയുടെ നമ്പർ കൂടെ കൊടുക്കാം. മേക്കപ്പൊക്കെ ആവശ്യത്തിൻ്റെ കോൺടാക്റ്റ് കറക്റ്റ് ടോണിനനുസരിച്ച് ചെയ്ത് തരും ഗൈസ്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇവിടെ ഡണ്ണായിരിക്കുന്നു ഗൈസ്. നമ്മൾ നേരെ ഷോ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബിഗ് ബോസ് അർജുനെ കാണാൻ പോവാണ് ഗൈസ്. അത്ര എക്സൈറ്റ്. നേരെ ഞാൻ അർജുനെ കണ്ടുവരാം. ചിരി എൻ്റെ വ്ളോഗിലേക്ക് പോകും. ഗൈസ് നമ്മൾ പോവുകയാണ് ഗൈസ്. ഒരു ലോഡ് മോഡൽസിനെ കൊണ്ട് നമ്മൾ പോവുകയാണ്. പ്രോഗ്രാം അടിപൊളിയായിരുന്നു. ബാക്കി പറയും. ഇതായിരുന്നു എനിക്ക് ഇന്ന് കിട്ടിയ പെയർ. ആദിൽ ബ്രോ. ഇപ്പൊ ബ്രോ നേരത്തെ പെയറായിരുന്നു ഗൈസ്. എനിക്കൊരു ആരാധകൻ റോസ് പൂ കൊണ്ടുവന്നില്ല. അതെ ചെറുതായാലും വലുതായാലും ആരാധകനാണല്ലോ. ചെറിയ പയ്യ ഗൈസ്. എൻ്റെ അനിയനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഏകദേശം ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, റൂമിൽ പോകണം. പിന്നെ നേരെ ഇന്ന് വീട്ടിലോട്ടും തന്നെ പോകണം. കാലിക്കറ്റ് തന്നെയാണല്ലോ. ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മളിത് കഴിച്ചൂരി എറിയ അത്രയുള്ള കഴിഞ്ഞ ഹർഷേച്ചിന്റെ കോസ്റ്റ്യൂം ആയിരുന്നു ഭയങ്കരത്. പക്ഷെ അർജുൻ്റെ കൂടെ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റി. കാരണം നമ്മളൊക്കെ അർജുൻ്റെ ഭയങ്കര ഫാൻസ് ആണ്. അപ്പം അതൊക്കെ വഴിയെ അതൊക്കെ വഴിയെ
നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ. നോക്ക് ഹർഷു, എല്ലാവരും നോക്കും. അപ്പൊ കാണുന്നുണ്ട് ഇതിനകത്ത്. ചെന്നൈ ഷോണ്ട്